പശ്ചിമേഷ്യൻ ഭൂപടത്തെ തന്നെ മാറ്റിവരയ്ക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പ്രവർത്തികൾ നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപനം നടത്തുമ്പോൾ, മറുഭാഗത്ത് ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ചരിത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങളിലേക്ക്, നയതന്ത്ര നീക്കങ്ങളിലേക്ക് ഇറാനും കടക്കുന്നു. അതായത് റഡാറുകളെ പോലും അമ്പരപ്പിക്കുന്ന, അവരുടെ കണ്ണ് വെട്ടിക്കുന്ന നിഗൂഢ ജെറ്റുകൾ, ശത്രുവിൻ്റെ ചാരക്കണ്ണുകളെയൊക്കെ തന്നെ കുത്തിപ്പൊട്ടിച്ച് അതിലൊന്നും തന്നെ പിടികൊടുക്കാതെ നീങ്ങാൻ കഴിയുന്ന ചൈനീസ് കവചങ്ങൾ, അങ്ങനെ ഇറാൻ ഒരു വലിയ പ്രതിരോധ തന്ത്രമൊരുക്കുന്നു. അതിനുള്ള എല്ലാവിധ ബാക്കപ്പും ഈ രണ്ടു രാജ്യങ്ങളും നൽകുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഒരു സൈനിക നീക്കമെന്ന രീതിയിലല്ല ഇതിനെ നോക്കിക്കാണേണ്ടത്. അതായത് ഇന്ന് ലോകത്തെ അത്യാധുനിക സാങ്കേതിക വിദ്യ സമന്വയിക്കുന്ന മൂന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ ആഴത്തിലുള്ള ഒരു ഉദാഹരണം കൂടിയായി ഇതിനെ പറയുന്നു. ഒപ്പം പ്രധാന ശത്രുവായി ട്രംപിൻ്റെ ഭീഷണികൾക്ക് മുന്നിൽ അടിപതറാതെ ഖമനേയി എന്തുകൊണ്ട് ഇത്രയും നാൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുവെന്ന് ചോദിച്ചാൽ അതിന് പിന്നിൽ ഈ രണ്ട് കാരണങ്ങളാണ്, ഈ രണ്ട് രാജ്യങ്ങൾ തന്നെയാണ്. അമേരിക്കൻ താവളങ്ങളെ വിറപ്പിക്കുന്ന തരത്തിലുള്ള മിസൈൽ കരുത്ത് ഇറാന്റെ കൈവശം ഇന്നുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. അമേരിക്ക അറിയുക പോലും ചെയ്യാതെ ഇതിനോടകം തന്നെ ആണവായുധ പരീക്ഷണങ്ങളിലേക്ക് ഇറാൻ കടന്നിട്ടുണ്ടെന്നാണ് സംശയം ഇസ്രയേലും പങ്കുവച്ചിട്ടുള്ളത്. പശ്ചിമേഷ്യയെ തന്നെ തകർക്കാൻ കഴിയുന്ന ഒരു അഗ്നിപർവ്വതമായി ഇറാൻ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അത്യാധുനിക ആയുധങ്ങളെക്കാൾ തന്ത്രപരമായ നീക്കങ്ങളാണ് ഇത്തവണ ഇറാൻ ആവിഷ്കരിക്കാനൊരുങ്ങുന്നത്. അമേരിക്കയാണ് ശത്രുവെങ്കിൽ അക്കൂട്ടത്തിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് പോലെ ഏറ്റവും അടുത്ത അമേരിക്കൻ സേനാ താവളം ഇസ്രയേലിലാണ്. ഇസ്രയേലിലേക്കും ആക്രമണം നടത്താൻ ഇറാന് സാധിക്കും. അതിലൂടെ രണ്ടു രാജ്യങ്ങളെയും ഒന്നിച്ച് തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇറാന്റെ മുന്നിലുള്ളത്. കൃത്യമായിട്ടുള്ള അളന്നു തൂക്കിയുള്ള തിരിച്ചടിയായിരിക്കും ഇത്തവണ നൽകുക. 2022 ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധമായി ഇറാൻ കത്തി അമരുമ്പോൾ അമേരിക്കയും ഇസ്രയേലും സംഘടിപ്പിക്കുന്ന സ്പോൺസേഡ് കലാപമെന്ന് ഖമനേയി വിശേഷിപ്പിക്കുന്ന ഈ പ്രക്ഷോഭം അത് മറ്റൊരു തലത്തിലേക്ക് തന്നെ പോവുകയാണ്. പുതിയൊരു ഇറാൻ അത് ഉറപ്പായും ഉണ്ടാകുമെന്ന് തന്നെയാണ് അവിടുത്തെ ജനത പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ ഒട്ടും തന്നെ ശുഭകരമല്ല. 3000-ലധികം ആളുകൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു. ഇന്റർനെറ്റ് കംപ്ലീറ്റ് ഷട്ട് ഡൗൺ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന ഒരു ഘട്ടം. അങ്ങനെ വരുമ്പോൾ രാജ്യത്തിനകത്തെ വിവരങ്ങളൊന്നും തന്നെ പുറത്തു പോകാത്ത സ്ഥിതി ഉണ്ടാകുന്നു. അതുകൂടാതെ നിശ്ചിത ആളുകൾക്ക് മാത്രം ആഭ്യന്തരമായി ഉപയോഗിക്കാനുള്ള ഇന്റർനെറ്റ് സേവനം നൽകാനുള്ളൊരു തീരുമാനം കൂടി വലിയൊരു തിരിച്ചടിയായി തന്നെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. എന്തായിരുന്നാലും യുദ്ധത്തിനുള്ള സാധ്യതയൊക്കെ തന്നെ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു. അതിന് കൂടുതൽ ഊർജം പകരുകയാണ് ട്രംപ്. അമേരിക്കൻ ടാങ്കർ വിമാനങ്ങൾ ഉൾപ്പെടെ ഖത്തറിലെ അമേരിക്കൻ താവളത്തിലെത്തിയത് ഇതിന് ആക്കം കൂട്ടുന്നു. യുദ്ധത്തിന്റെ തയ്യാറെടുപ്പായി അമേരിക്ക കോപ്പ് കൂട്ടുന്നതായി വാർത്തകൾ വ്യാഖ്യാനിക്കുന്നു. ഇറാന്റെ ആകാശ വ്യോമ മേഖലയിൽ സംഭവിക്കുന്നത് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ചില പദ്ധതികളാണ്. ചൈനീസ് കവചമെന്ന പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം, ഇറാൻ അന്താരാഷ്ട്ര വ്യോമതാവളത്തിലേക്കും ഇറാന്റെ വ്യോമ പരിധിയിലേക്കുമൊക്കെ ചൈനീസ് വിമാനങ്ങൾക്ക് മാത്രമേ ഇന്ന് പ്രവേശനം അനുവദനീയമായിട്ടുള്ളൂ. യാദൃച്ഛികമായ ഒരു വിഷയമല്ല. ചൈനയിൽ നിന്നും എന്തോ വലുത് അത് വരാനിരിക്കുന്നു. അമേരിക്കയുടെ വ്യോമാക്രമണ ഭീഷണി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ടുള്ള തങ്ങളുടെ ബന്ധം കൂടുതൽ വിപുലപ്പെടുത്തുന്നു. അത് ഒരു രക്ഷാകവചമായി അവർ തങ്ങളുടെ രാജ്യത്തിന് മേൽ മാറ്റുന്നു. മറ്റ് പാശ്ചാത്യ ശക്തികൾ ഒരു കാരണവശാലും പശ്ചിമേഷ്യയിലേക്ക് കടക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഇറാൻ പ്രവർത്തിക്കുന്നത്. ചൈനീസ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന പാതയിലൂടെയോ അവയുടെ സാന്നിധ്യമുള്ള മേഖലയിലൂടെയോ ഒരു മിസൈൽ തൊടുക്കാൻ അമേരിക്കൻ സേന മുതിരില്ല എന്ന് കൃത്യമായി അറിയാം. അങ്ങനെ വന്നാൽ ഇത് ഇറാൻ മാത്രമല്ല, ചൈനയുമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കടക്കേണ്ടി വരും. അങ്ങനെ ഒരു സാധ്യത ഒരിക്കലും അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അതുതന്നെയാണ് ഇറാന്റെ തുറുപ്പ് ചീട്ടും. ചൈനയുമായി നേരിട്ടൊരു യുദ്ധം ഒരിക്കലും അമേരിക്ക നടപ്പിലാക്കില്ല എന്നത് ഇറാന്റെ യാഥാർത്ഥ്യബോധമാണ്. യുദ്ധമോഹിയായിട്ടുള്ള ട്രംപ് ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്ന ആദ്യത്തെ അടിയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. ട്രംപിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ തന്നെ സകലമാന അഹങ്കാരവും തച്ചു തകർക്കുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടി ഇത്തരത്തിൽ ബുദ്ധിപൂർവ്വം ഇറാനിൽ നിന്നും കിട്ടുമെന്നാണ് കരുതുന്നത്. ട്രംപ് ആക്രമിക്കുമെന്ന് പറയുമ്പോൾ അത് വേണമോ എന്ന് ഏറെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ തന്നെ സെനറ്റർമാരും സൈനിക ജനറൽമാരും ഒക്കെ തന്നെ ഉണ്ട്. വിഭിന്ന അഭിപ്രായം അമേരിക്കയിൽ ഉടലെടുക്കുന്നു. പ്രതിരോധ വിദഗ്ധർ തന്നെ ഇക്കാര്യം മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് ജയം അസാധ്യമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇനി ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ കീഴടങ്ങുന്ന ഒരു രാജ്യമായി ഇറാൻ നിലവിൽ നിലകൊള്ളുന്നില്ല എന്ന് തന്നെയാണ് ഇത്രയും ദിവസ സംഭവവികാസങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്. കാരണം പ്രകൃതി അനുഗ്രഹിച്ചിട്ടുള്ള ഒരു സുരക്ഷാ കവചം കൂടി ആ രാജ്യത്തിനുണ്ട്.
പർവ്വത മേഖലകളിലും ആഴത്തിലുള്ള ഭൂഗർഭ മിസൈൽ നഗരങ്ങളും ഒക്കെ തന്നെ ഇറാനെ സമ്പുഷ്ടപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു ആക്രമണത്തിൽ നിന്നും ഇറാനെ ഒരു സങ്കീർണമായ സൈനിക ലക്ഷ്യമായി തന്നെയാണ് ലോകശക്തികൾ നോക്കിക്കാണുന്നത്. ഒരു മിസൈൽ വർഷിച്ചാൽ അതൊരു അഗ്നിപർവ്വതം പോലെ സ്ഫോടനാത്മകമാകുന്ന ഒരു കാഴ്ച കൂടി കാണേണ്ടിയിരിക്കുന്നു. ഒരു വലിയ കൂട്ടക്കുരുതിയിലേക്ക് നയിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകും. അത് അമേരിക്കയെ സംബന്ധിച്ച് നിരവധി സാധാരണ ജനങ്ങളുടെ, സാധാരണ മനുഷ്യരുടെ രക്തത്തിൻ്റെ കണക്ക് പറയേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. ഇറാന് വളരെ വിശാലമായ പ്രോക്സി സംവിധാനമുള്ളത് നമുക്കറിയാവുന്നതാണ്. അത് പൂർണ്ണമായും ഇസ്രയേലോ അമേരിക്കയോ ഇതുവരെ നിർവീര്യമാക്കിയിട്ടുമില്ല. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണപാത ഇറാൻ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ലോക വ്യാപാരത്തെ പോലും അത് സ്തംഭിപ്പിക്കും. അമേരിക്കയെ പോലുള്ള ഒരു രാജ്യത്തിന് അത് മറികടക്കാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പെൻറ്റഗണും അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങളെ പോലെ ഒരു വിഷയം എടുത്തു കാട്ടുന്നത് ഇറാന്റെ ആകാശ മേഖലയിൽ ഒരു നിഗൂഢ ജെറ്റ് വിമാനം പലപ്പോഴായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. റഡാറുകളിൽ ഒന്നും തന്നെ പെടാതെ അത്യാധുനികമായി സ്റ്റെൽത്ത് കൺട്രോൾ സംവിധാനങ്ങളുള്ള ഈ ജെറ്റ് എവിടെ നിന്ന് വന്നു, ആര് വിക്ഷേപിച്ചു, അത് അമേരിക്കയുടെയോ റഷ്യയുടെയോ കരങ്ങളുണ്ടോ എന്ന സംശയമടക്കം നിലവിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇറാന്റെ തദ്ദേശീയ നിർമ്മിതിയായിട്ടുള്ള ഖാഹർ 313 ആണോ എന്നുള്ള സംശയമടക്കം ഇക്കൂട്ടത്തിൽ പലരും ചൂണ്ടിക്കാണിച്ചു. അതല്ല എങ്കിൽ റഷ്യയുടെ സഹായത്തോടെയോ ചൈനയുടെ രഹസ്യ സഹായത്താലോ കിട്ടിയതായിരിക്കും എന്നാണ് അമേരിക്ക സംശയിക്കുന്നത്. എന്തായിരുന്നാലും റഡാറിൽ പെടാത്ത ഈ വിമാനങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ പ്രത്യക്ഷമാകുന്നു, നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമാകുന്നു. അമേരിക്കൻ വ്യോമസേനയ്ക്ക് വലിയ തലവേദന തന്നെയാണ് അത് ഉയർത്തുന്നത്. തങ്ങളുടെ ആകാശത്ത് ആര് പറക്കണമെന്ന് തങ്ങൾ തന്നെയായിരിക്കും തീരുമാനിക്കുക. അതിനെ അമേരിക്കയ്ക്ക് ഒരു തരത്തിലും ഇടപെടാൻ കഴിയില്ല എന്ന് അയത്തുള്ള അലി ഖമനേയി തന്നെ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ജെറ്റ് അത് അമേരിക്കയ്ക്കുള്ള ഒരു താക്കീത് കൂടിയാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഇറാൻ കൈവരിച്ച സാങ്കേതിക മുന്നേറ്റത്തിൻ്റെ ഒരു ബാക്കി പത്രമായി കൂടി ഇതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും മറ്റൊരു കാര്യം കൂടി ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതാണ്. ഇറാഖിനെ മുൻനിർത്തി ഇറാനെതിരെ ഒരു വലിയ യുദ്ധം നേരത്തെ അമേരിക്ക നടത്തിയത് നമുക്കറിയാവുന്നതാണ്. എന്നിട്ട് പോലും ആ രാജ്യത്തെ വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല. ഇറാൻ സാഗ്രോസ്, അൽബോർസ് പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ പ്രകൃതിദത്ത മലനിരകൾ അതൊരു മതിലുകളായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഏറെ ദുർഘടമായിട്ടുള്ള ഭൂപ്രകൃതിയിൽ കരയാക്രമണം എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടേറിയത് തന്നെയാണ്. പിന്നീടുള്ളത് വ്യോമാക്രമണം, അത് മുതിരില്ല എന്നുള്ളതിൻ്റെ കാര്യം തന്നെയാണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയത്. അതുകൊണ്ട് ഇറാൻ ഇപ്പോഴും ഒരു പേടി സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. ഇനി വ്യോമാക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാൻ വേണ്ടി ഇതിനോടകം തന്നെ ഭൂമിക്കടിയിൽ വളരെ വിപുലമായ മിസൈൽ നഗരങ്ങൾ ഒരുക്കി തന്നെയാണ് ശത്രുവിനെ കാത്തിരിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള ബോംബ് ആക്രമണങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളെ സംരക്ഷിക്കാൻ വേണ്ടി പർവ്വതങ്ങൾക്കടിയിൽ പോലും 500 മീറ്റർ വരെ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഈ ഡിപ്പോകളുണ്ട്. നേരത്തെ ഇറാൻ സൈന്യം തന്നെ ലോകത്തിന് മുന്നിൽ എടുത്തു കാട്ടിയത് നമ്മൾ കണ്ടതായിരുന്നു ആ ദൃശ്യങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ യുദ്ധകാഹളം അത് ലോക രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പ്രതിച്ഛായ സൃഷ്ടിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്തായിരുന്നാലും ഈ ഒരു ജനതയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായി തന്നെയാണ് ആയത്തുള്ള അലി ഖമനേയി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇറാനുമേൽ അമേരിക്ക കടന്നു കയറുന്നത് അത് ഇറാന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടല്ല, ഇറാനെ ചൂഷണം ചെയ്യാനാണ്, അടക്കി ഭരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു നരേറ്റീവ് ഇതിനോടകം തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.